നമസ്കാരം. സോഡിയാക് മീഡിയയിലേക്ക് എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം. 2024 മെയ് മാസത്തെ ചതയ നക്ഷത്രക്കാരുടെ നക്ഷത്രഫലമെന്ന് പരിശോധിച്ച് നോക്കാം. ചതയ നക്ഷത്രം എന്ന് പറയുമ്പോൾ കുംഭക്കൂറാണ്. കുംഭക്കൂറുകാർക്ക് ജന്മത്തിലാണ് ശനി നിൽക്കുന്നത്. അതേപോലെ തന്നെ 3-ാം ഭാവത്തിൽ നിന്നിരുന്ന വ്യാഴം 4-ാം ഭാവത്തിലേക്ക് വന്നിട്ടുണ്ട്. 4-ാം ഭാവാധിപതിയായിരിക്കുന്ന ശുക്രൻ 18-ാം തീയതിക്ക് ശേഷം 4-ാം ഭാവത്തിലേക്ക് വരുമ്പോൾ പഞ്ചമഹാവൃക്ഷത്തിലെ മാളവ്യയോഗം വരും. അപ്പോൾ മാളവ്യയോഗം വന്നു കഴിഞ്ഞാൽ ഗീതപ്രിയോ രജതയുക്ത പരിസശ്രീ സദ്വസ്ത്ര ഭൂഷണയുധോ വിഷയോപഭോക്തം എല്ലാ വിഷയസുഖങ്ങളും അനുഭവിക്കാനായിട്ട് സാധിക്കും. കലാപരമായിരിക്കുന്ന മേഖലയിലൊക്കെ പ്രവർത്തിയെടുക്കുന്നവർക്ക് നല്ല ഉയർച്ചയുണ്ടാകും. കീർത്തി കേൾക്കാനായിട്ട് 4 പേർ അറിയപ്പെടാനും സാമ്പത്തികമായിരിക്കുന്ന വർധനവിനും യോഗമുണ്ട്. പൊതുവേ ചതയ നക്ഷത്രക്കാരെ സംബന്ധിച്ചിടത്തോളം സാമ്പത്തികമായ നല്ല നേട്ടങ്ങൾക്ക് യോഗമുണ്ട്. കാരണം കർമാധിപതിയായിരിക്കുന്ന ചൊവ്വ 2-ാം ഭാവത്തിൽ രക്ഷാസ്ഥാനത്താണ് നിൽക്കുന്നത്. അപ്പോൾ അത് കാരണം സാമ്പത്തികമായിരിക്കുന്ന നല്ല നേട്ടങ്ങൾ അനുഭവിക്കാനായിട്ട് ഈ മാസത്തിൽ യോഗമുണ്ടെങ്കിലും ലഗ്നാധിപതിയുടെ ശത്രുവായിട്ട് 2-ാം ഭാവത്തിൽ രാഹുവിനോടും ചേർന്ന് നിൽക്കുന്ന ചൊവ്വയാണ്. സഹായികളുടെ സംസാരം പോലെയുള്ള പ്രശ്നങ്ങൾ കൊണ്ട് മാനസികമായിട്ട് ദുഃഖം അനുഭവിക്കാൻ ഇടവരിക, അകാരണമായ മാനസിക ടെൻഷൻ എന്ന് പറയുന്നൊരു അവസ്ഥയുണ്ടാകുക, സഹോദരന്മാർ സഹായികളായിരിക്കുന്ന വ്യക്തികൾ അകന്നു പോകാൻ ഇടവരിക, അതുകൊണ്ടുള്ള മാനസികമായിട്ടുള്ള ടെൻഷൻ അനുഭവപ്പെടുക. ഇങ്ങനെയൊക്കെയുള്ള ചെറിയ ചെറിയ പ്രതിസന്ധികൾക്ക് യോഗമുണ്ട്. മാത്രമല്ല 4-ാം ഭാവത്തിൽ നിവർത്തി സ്ഥാനാധിപതിയായിരിക്കുന്ന സൂര്യൻ നിൽക്കുന്നത് കാരണം കൊണ്ട് പാപയോഗം 4-ാം ഭാവത്തിൽ വരുമ്പോൾ തീർച്ചയായിട്ടും വീട് വിട്ട് നിൽക്കാൻ ഇടവരികയും വീട്ടിൽ നിൽക്കുന്ന സമയത്ത് ദേഷ്യം കൂടെ എടുത്തേട്ടം കൂടെ ഇങ്ങനെയുള്ള ചെറിയ ചെറിയ പ്രശ്നങ്ങളും പ്രതിസന്ധികളും ഉണ്ടാകുമെങ്കിലും ദാമ്പത്യ സംബന്ധമായിട്ട് അനുകൂലമായിരിക്കുന്ന ഗുണഫലങ്ങൾ അനുഭവിക്കാനായിട്ട് യോഗമുണ്ട്. അത് നല്ല കാര്യമാണ്. മാത്രമല്ല ശശമഹായോഗത്തിൻ്റെ ഗുണം കിട്ടും. ശശമഹായോഗം ഉള്ളത് കാരണം കൊണ്ട് തന്നെ രാജപ്രിയോ ദേശ പുരാതിനാഥോ ഭക്തോജനനയും കൃഷിധാന്യയുക്തമാണ്. അപ്പോൾ അത് കാരണം വീടിന് ചുറ്റുവട്ടത്തുള്ള ആൾക്കാരുടെ ബഹുമാനം, തൊഴിലെടുക്കുന്നവർക്ക് മേലുദ്യോഗസ്ഥന്മാരെ പ്രീതി നേടാനായിട്ട് സാധിക്കുക, ഇങ്ങനെയുള്ള കാര്യങ്ങൾക്ക് യോഗമുണ്ട്. എങ്കിലും ശ്രദ്ധിക്കേണ്ടത് കൂടെ തന്നെ നിൽക്കുന്ന സഹായികളായിരിക്കുന്ന അതിലെ സഹപ്രവർത്തകരുടെ സംസാരവും പെരുമാറ്റവും മേലുദ്യോഗസ്ഥന്മാരിൽ അപ്രീതി ഉണ്ടാക്കുന്ന രീതിയിലുള്ള അവരുടെ പെരുമാറ്റം കൊണ്ട് മാനസികമായിട്ട് നമ്മൾക്ക് പ്രതിസന്ധികളും മാനസികമായിട്ടുള്ള വിഷമവും അനുഭവിക്കാൻ ഇടവരാനുള്ള സാധ്യതയും കൂടി തള്ളിക്കളഞ്ഞുകൂടാ. അതുകൊണ്ട് തന്നെ തൊഴിലിൽ ഇടയ്ക്കിടയ്ക്ക് ചെറിയ പ്രശ്നങ്ങളോ പ്രതിസന്ധികളോ മുടക്കങ്ങളോ വരാനും സാധ്യതയുണ്ട്. അപ്പോൾ അതിന് പരിഹാരമായിക്കൊണ്ട് തൊട്ടടുത്തുള്ള ദേവീക്ഷേത്രത്തിൽ യഥാശക്തി വഴിപാട് ചെയ്യുക, നാഗപൂജ ചെയ്യുക, ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ചെയ്യണം. കണ്ണ്, ചെവി മുതലായിട്ടുള്ള ഭാഗങ്ങളിൽ നടുവേദന, ഇങ്ങനെയുള്ള രോഗാവസ്ഥ കാര്യങ്ങൾ വരാനും സാധ്യതയുള്ള സമയമാണ്. അഭക്ഷ്യമായ വസ്തുക്കൾ ഉള്ളിൽ ചെല്ലാനായിട്ട് യോഗമുണ്ട്. അപ്പം ഭക്ഷണത്തിലൊക്കെ അശുദ്ധി വരാതെ ഇരിക്കാനായിട്ട് പ്രത്യേകം ശ്രദ്ധിക്കണം. പഴകിയ വസ്ത്രങ്ങൾ കഴിക്കാതിരിക്കാനായിട്ട് ശ്രദ്ധിക്കണം. ഇപ്പോൾ കെമിക്കലുമായിട്ട് ബന്ധപ്പെട്ട തൊഴിലെടുക്കുന്നവരൊക്കെ അത്യാവശ്യം നല്ല രീതിയിൽ കൈയൊക്കെ വൃത്തിയാക്കിയതിന് ശേഷം മാത്രം ഭക്ഷണം കഴിക്കുക. കാരണം വെച്ചെന്നാൽ അഭക്ഷ്യമായ വസ്തുക്കൾ അല്ലെങ്കിൽ വിഷാംശം കലർന്ന ഭക്ഷണങ്ങൾ ശരീരത്തിനുള്ളിൽ ചെല്ലാനും അതുകൊണ്ട് രോഗാവസ്ഥ കാര്യങ്ങൾ ഉണ്ടാകാനും സാധ്യതയുണ്ട്. അപ്പോൾ അത് പ്രത്യേകമായിട്ട് ശ്രദ്ധിക്കുക. തൊഴിലിൻ്റെ കാര്യത്തിൽ വളരെ അനുകൂലം തന്നെയാണ്. അതേപോലെ തന്നെ ഭവന സംബന്ധമായിരിക്കുന്ന സുഖം അനുഭവിക്കാനായിട്ട് യോഗമുള്ളതാണ്. കലാപരമായ മേഖലയിൽ പ്രവർത്തിയെടുക്കുന്നവർക്ക്, അധ്യാപനം, ധനകാര്യ സ്ഥാപനങ്ങളിൽ പ്രവർത്തിയെടുക്കുന്നവർക്കൊക്കെ വളരെ നേട്ടങ്ങൾ അനുഭവിക്കാനായിട്ട് സാധിക്കുന്നതാണ്. അതുപോലെ തന്നെ ഗവൺമെൻറ് ജോലിയിൽ ഉള്ളവരെ സംബന്ധിച്ചും അനുകൂലമായിരിക്കുന്ന ഗുണഫലങ്ങൾക്ക് തന്നെയാണ് യോഗം. പക്ഷേ കണ്ടകശനിയുടെ ഒരു ദോഷമുണ്ട്. വിത്തക്ഷയം, പ്രവാസം, രോഗാഞ്ജനയന്തി, മനോഭീതി വന്ന. അപ്പോൾ അത് കാരണം കൊണ്ട് തന്നെ വിത്തക്ഷയം, ധനനഷ്ടം ഉണ്ടാകുക, വീട് വിട്ട് നിൽക്കാനിട വരിക, മാനസികമായിട്ട് ടെൻഷൻ അനുഭവിക്കാനിട വരിക. നല്ല പ്രതീക്ഷയോടുകൂടി ചെയ്യുന്ന കാര്യങ്ങൾക്ക് അതിൻ്റെ പരിസമാപ്തിയിൽ പ്രതീക്ഷിക്കുന്ന രീതിയിലുള്ള നേട്ടങ്ങൾ കിട്ടാതെ ഇരിക്കാനുള്ള സാധ്യത കണ്ടകശനിയുടേതായിരിക്കുന്ന ദോഷം കൊണ്ടുണ്ട്. അപ്പോൾ അതിന് പരിഹാരമായിട്ട് അയ്യപ്പ ക്ഷേത്രത്തിൽ നീരാഞ്ജനം വഴിപാട്, എള്ളുതിരി കത്തിക്കുക മുതലായിട്ടുള്ള കാര്യങ്ങളൊക്കെ ചെയ്ത് നന്നായിട്ട് പ്രാർത്ഥിക്കണം. അതുപോലെ തന്നെ അലസത പോലെയുള്ള കാര്യങ്ങൾ, നാളത്തേക്ക് മാറ്റിവെക്കുന്നൊരു സ്വഭാവം എല്ലാ കാര്യത്തിലും ഉണ്ടാകാനുള്ള സാധ്യതയും എടുത്തിയാടി സംസാരിക്കുന്നൊരവസ്ഥയുണ്ട്. അതൊക്കെ ഒന്ന് പരിഹരിക്കാനായിട്ട് ശ്രദ്ധിച്ചാൽ ഈ മാസം വളരെ ഗുണപ്രദമായിരിക്കും. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക. നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ചെയ്യാം. ജ്യോതിഷവുമായി ബന്ധപ്പെട്ട കൂടുതൽ കാര്യങ്ങൾ അറിയാൻ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ഞങ്ങളുടെ ഓൺലൈൻ കൺസൾട്ടൻസി നമ്പർ താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ട്. ആവശ്യമുള്ളവർക്ക് കോൺടാക്റ്റ് ചെയ്യാവുന്നതാണ്.